ഓരോ മഴയിലും നമ്മുടെ പാലം മുങ്ങും കേട്ടോ. കുറേ മുങ്ങും പിന്നെ കുറേ പൊങ്ങും. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ഒരു നല്ല മഴയും കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ പാലം മുങ്ങുന്നു ഉറപ്പായിട്ടോ. ഞാനും ഏട്ടനും കൂടെ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നേ. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ പേടിയാണ്. ഏട്ടന് അത്യാവശ്യം നീന്തലൊക്കെ അറിയാം, എന്നാലും ഈ ഒരു ഒഴുക്കിൽ നീന്തൽ അറിഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. എനിക്കാണെങ്കിൽ നീന്തലിന്റെ ABCD അറിയില്ല. വെള്ളത്തിലാറ്റ വീണ് പോയിട്ടുണ്ടെങ്കിൽ സ്പോട്ട് തീരും ഗൈസ്. ഇനിയിപ്പോൾ മഴക്കാലം കഴിയുന്നത് വരെ കാലിന്റെ അവസ്ഥ പറയേ വേണ്ട. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ പോകുന്ന വഴിയെല്ലാം വയലാണ്. വയലാകുമ്പോൾ അത്യാവശ്യം ചെളിയും ഉണ്ടാവുമല്ലോ. ചളുവിള് കാല് നിറച്ചും ചെളിയായിരിക്കും. ഇനി വളങ്കടി വരും, കാലുപൊട്ടൽ വരും. എന്തിനി കുറെ പറയണം. പനിയായി, ചുമയായി, തുമ്മലായി, ഇനി എത്ര അതിഥികൾ നമ്മളെ തേടി വരാനിരിക്കുന്നു. പിന്നെ ദേ ടൗണിൽ നിന്ന് കൊറിയർ വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങി അതിനുശേഷം നെസ്റ്റോയിലേക്ക് വന്നു കേട്ടോ. ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് കേട്ടോ. ഇന്ന് ഇവിടെ ഓഫറുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. വന്ന സ്ഥിതിക്ക് ഓഫറുള്ള സാധനങ്ങളെല്ലാം അരിച്ചു പെറുക്കി 99 രൂപയ്ക്ക് 2 ബക്കറ്റ് കിട്ടുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ 4 ബക്കറ്റ് അങ്ങോട്ട് എടുത്തു. കുഞ്ഞു അപ്പു ഞങ്ങൾ പോകുമ്പോഴേ പറഞ്ഞു അമ്മയെ വരുമ്പോൾ കിൻഡർ ജോയ് വാങ്ങണമെന്ന്. അപ്പൊ അതും വാങ്ങി വീട്ടിൽ